ഓൾറെഡി ഇപ്പൊ തമ്മിലാണ് ഇപ്പൊ പിടിയിട്ടുണ്ടാവില്ല. വേറെ ഒന്നുമല്ല, കോഴിമുട്ട നമ്മള് പൊരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് അത് റെസിപ്പി കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ സാധനങ്ങളൊക്കെ ചിലവർ ചേർക്കും ഇങ്ങനെ പൊരിക്കുന്ന സമയത്ത്. അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ്. നല്ല എന്താ പറയാ, കരിക്കരാ മുരുമുരാന്ന് വരും, നല്ല മന്ദക്കനായിട്ട് വരും. പക്ഷെ ഞാൻ വീട്ടിലുള്ള ഉണ്ടാക്കുന്ന സാധനങ്ങൾ അങ്ങനെ സ്വതവേ ചേർക്കാറില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കാം. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില്, മറ്റേ ഇലകള്, അതുപോലെ തന്നെ മാവില് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താ പറയാ ഇഞ്ചി, വെള്ളുള്ളി അങ്ങനെയുള്ളതൊക്കെ ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം. നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കുമ്പോൾ ഒരു 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കുന്ന നേരത്തെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കണ ഒരു പലഹാരമാണ് കേട്ടോ, അമ്മച്ചിയുടെ പലഹാരമാണ്. അമ്മച്ചിയാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത്. അമ്മച്ചി ഇതിലെ മുരിങ്ങയുടെ ഇല ഉണ്ടല്ലോ, അത് ചേർക്കും ഇതില്. നല്ല ടേസ്റ്റാണ്, കാണാനും നല്ലൊരു പ്രത്യേക ഭംഗിയാണ്, അപ്പൊ കഴിക്കാനും പ്രത്യേക ടേസ്റ്റാ. മുരിങ്ങയുടെ ഇല ഇട്ടിട്ട് കോഴിമുട്ട കുത്തിച്ചിക്ക് എടുക്കും നമ്മുടെ അവിടെയൊക്കെ. നല്ല ടേസ്റ്റ് ആയിട്ട് അത് കഴിക്കാൻ. അതിന്റെ റെസിപ്പി ഞാൻ ഇടാൻ നാട്ടിൽ പോയിട്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആ കിട്ടണ അതിൽ നല്ല നല്ല വലുതായിട്ട് ഇങ്ങനെ ഉണ്ട പോലെ കിടക്കും ഈ കോഴിമുട്ട പൊരിച്ച്. അപ്പൊ അതെടുത്തിട്ട് ഇതുപോലെ ചെയ്യുമ്പോൾ പേടെ ടേസ്റ്റാ. ആ മുരിങ്ങയുടെ ഇല കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാ. അപ്പൊ നിങ്ങൾ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക എന്തായാലും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള റെസിപ്പി തയ്യാറാക്കാൻ നോക്കാം. പിന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. ഇഷ്ടമായില്ലെങ്കിൽ എന്താ, ഞാൻ എപ്പോഴും പറയണ പോലെ അടുത്ത വീഡിയോയിൽ പോയോ എന്തായാലും ഇഷ്ടമാവാതിരിക്കില്ല. അപ്പൊ നമുക്ക് മുട്ട വെച്ച് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. അതെങ്ങനെ തയ്യാറാക്കാന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ തന്നെ ഇട്ടിട്ടുണ്ട് 1.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, വറുത്ത അരിപ്പൊടി 1.5 ടേബിൾ സ്പൂണ്, ആവശ്യത്തിന് ഉപ്പും. ഇത് 3ആണ് ഇതിൽ മിക്സ് ചെയ്ത് വെച്ചേക്കണേ. ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുക്കാൻ നിൽക്കണ്ടല്ലോ. ഇനി ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അതൊരു 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, അതും ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇനി ഇതിലേക്ക് നമുക്ക് കായത്തിന്റെ പൊടി ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവും. കായത്തിന്റെ പൊടിയും ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ഇപ്പൊ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ല ഒരു കുഴമ്പ് രൂപത്തില് 1/4 കപ്പ് വെള്ളം കറക്റ്റാണ്. അത് ഒഴിച്ചിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കുക ഇതിനെ. ഈ ഒരു പരിവല്ല ഒരു സ്വല്പം കൂടി വെള്ളം, അതായത് 1 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പും പിന്നെ 1 ടീസ്പൂണും അത്ര മതി, അധികം വേണ്ട. തീരെ പച്ചവെള്ളം പോലെ ഇരിക്കരുത് കേട്ടോ. ഒരു ഇച്ചിരി കട്ടി വേണം മാവിന്. കണ്ട ഈ ഒരു പരിവം മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതേ മുട്ട കുത്തിപ്പൊരിച്ചതാ, ചിക്കി പൊരിച്ചതാ, എങ്ങനെ പറയാ, അതെ നല്ല പുടാന്ന് ഇങ്ങനെ എടുക്കരുത് കേട്ടോ. അപ്പൊ നമുക്കിത് ചെയ്യുമ്പോ അത്ര വൃത്തിക്ക് കിട്ടില്ല. അത്യാവശ്യം ഇതേ ഈ ഒരു വലിപ്പം വേണം കുത്തിപ്പൊരിച്ചെടുക്കുമ്പോ. കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് പൊട്ടിക്കാം. അതെ ഈ ഒരു പരുവത്തിന് കുത്തിപ്പൊരിച്ചെടുത്തോളൂ കേട്ടോ. കോഴിമുട്ട ഉപ്പിട്ടിട്ട് വെറുതെ കോഴിമുട്ട പൊരിച്ചിട്ടേക്ക്. ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതില് ചീരയുടെ ഇല, മുരിങ്ങയുടെ ഇല ഒക്കെ ഇടാം. എന്നിട്ട് കുട്ടികളെ കൊണ്ട് കഴിപ്പിക്കണമെങ്കിലേ അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഇതിലിട്ടിട്ട് മുക്കി പൊരിച്ചെടുക്കാം. അതെങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. കുരുമുളക് പൊടി ഇടണമെങ്കിൽ അത് ഇടാം. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ ഇതുപോലെ പൊരിച്ചെടുക്കുക ചെയ്യാറ്. നാട്ടിലെ അമ്മച്ചി ഇതില് മുരിങ്ങയുടെ ഇലയിട്ടിട്ട് കുത്തിപ്പൊരിക്കും നമ്മുടെ അവിടെയൊക്കെ കോഴിമുട്ട. ഇവിടെ ആ മുരിങ്ങയുടെ ഇലയിട്ടിട്ട് കുത്തിപ്പൊരിച്ച സാധനം അമ്മച്ചി ഇതുപോലെ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ മുരിങ്ങയുടെ ഇല ഇല്ല, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. അമ്മച്ചി നാട്ടിൽ ഇതില് മുരിങ്ങയുടെ ഇലയൊക്കെ ഇടും. അപ്പൊ നമ്മളിത് ഓയിൽ വെച്ച് കൊടുത്തത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതില് നമ്മുടെ കോഴിമുട്ട മുക്കിയിട്ട് ഇതിലേക്ക് ഇടാം. ഇതിങ്ങനെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇതിന്റെ മീത്. എന്നിട്ട് നമ്മുടെ ബജ്ജിയൊക്കെ ഉണ്ടാക്കണ പോലെ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ മാവ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. ആ പൊരിച്ച മുട്ടയിലേക്ക് 2 കോഴിമുട്ടയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യത്തിൽ പറഞ്ഞാണാവോ, 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുണ്ടാകുന്നത്. അപ്പൊ ആ മാവ് അതിലേക്ക് കറക്റ്റാണ്. ഇത് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. എടുക്കണ നേരത്ത് എണ്ണ എടുക്കണ നേരത്തുണ്ടല്ലോ ഒന്ന് തീ കൂട്ടി വെച്ചോളൂ, അല്ലെങ്കിൽ ഇതിലേക്ക് എണ്ണ കയറുള്ളൂ. എപ്പോഴും നമ്മൾ എണ്ണ പലഹാരങ്ങൾ കോരിയെടുക്കണ നേരത്ത് തീ ഒന്ന് കൂട്ടി വെച്ചു കൊടുക്കുക. അപ്പൊ തീ എണ്ണ കുടിക്കില്ല അധികം. മാറ്റുക. കണ്ട അധികം എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. ഇത് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കണു. നമ്മുടെ അടിപൊളിയായിട്ടുള്ള കോഴിമുട്ട പൊരിച്ചത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നല്ല കണ്ട നല്ല തകർച്ചയുണ്ട്. നല്ല ചൂടാണ് കേട്ടോ, പൊട്ടിക്കാൻ പറ്റണില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് നല്ല ഇഷ്ടം. ഞാൻ എന്തായാലും ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം. നല്ല ചൂടുണ്ട്, ഞാൻ കാണിച്ചു തരാം. കണ്ട
നല്ല തകർച്ചയാണ് ഇത്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ ചൂടുണ്ട്, ആഹാ നല്ല ചൂടുണ്ട്. കണ്ടോ ഇതിന്റെ ഉൾവശമൊക്കെ ഇങ്ങനെ ഇരിക്കും. നല്ല കരികരിപ്പുമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. ഞാൻ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ മിക്സി, കുക്കർ, പാത്രങ്ങൾ എല്ലാം ഇവിടെ വർക്കിംഗ് ആയിട്ടുണ്ട്. ഒരു കാറ്റിറങ്ങിയാൽ മതി, അപ്പൊ ഇതിൽ റെക്കോർഡിൽ പിടിക്കും. മെല്ലെ കഴിക്കും. വിജേട്ടാ, വിജേട്ടാ മുരിഞ്ഞയാണോ മുരിഞ്ഞയാണോ? ഞങ്ങളവിടെ മുരിഞ്ഞാന്ന് പറയാ. മുരിഞ്ഞാന്നാണോ നാന്നാണോ പ്രൊണൗൺസിയേഷൻ വരിക? എന്തോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വാതിലടയ്ക്കണോ? മെല്ലെ കഴിച്ചാൽ മതി. ഈശോ കഴിഞ്ഞിട്ട് പോയാലിരുന്ന് വെച്ചു. ഇത് കോരി എടുക്കണ നേരത്തെ തീ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തില്ല. ഇത് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട്. വീഡിയോ ചെയ്യണ നേരത്തെ കുക്കർ യൂസ് ചെയ്തത് അല്ലാത്തൊന്നുമില്ല. മതി, ഞാൻ കരുതാൻ ഒന്ന് പോവോ? ആ മുട്ട തിന്ന് അവസാനിപ്പിക്കല്ലേ? എന്താ ചേട്ടാ അത് ചെയ്യണ്ടേ? ക്രിസ്പി